കോന്നി MLA KU ജനീഷ് കുമാറാണ് നമ്മോടൊപ്പമുള്ളത്. ഈ ചെങ്കലത്ത് ക്വാറി വിഷയത്തിൽ പോലീസ് ഒരു കേസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ആദ്യം എടുത്ത അതേ കേസ് തന്നെയാണ്. പക്ഷേ ഈ ക്വാറി ഉടമയെ അതിൽ പ്രതി ചേർക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനകത്ത് തൊഴിലാളികൾക്ക് സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ തന്നെ ചേർന്ന യോഗത്തിൽ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത പോലീസ് ഉയർന്ന ഓഫീസർ തന്നെ അങ്ങനെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ക്വാറി ഉടമയടക്കം പ്രതിയാക്കിക്കൊണ്ട് പോകും എന്നറിയിച്ചിട്ടുണ്ട്. അത് ആ നിലയിൽ തന്നെ മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ ക്വാറി ഉടമയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും പ്രതി ചേർക്കാതിരിക്കുന്നത്. അല്ല, അങ്ങനെ കരുതാൻ കഴിയില്ല. ആദ്യം FIR ഇട്ടു. അതിനുശേഷം വിശദമായ ഒരു എൻക്വയറിയിൽ മാത്രമേ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയൂ. അപ്പോൾ അതുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കോന്നി പഞ്ചായത്ത് അധികൃതർ വന്ന് അവിടുത്തെ ഒരു വഴിയുടെ ഒരു വിഷയം അളന്ന് തിട്ടപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു തുടർ നടപടിയിലേക്ക് ഇതുവരെ പഞ്ചായത്ത് പോയിട്ടില്ല. അതെ, അതൊരു ഗുരുതരമായ വീഴ്ചയാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് മുമ്പ് തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ ആക്ഷേപമുണ്ടായിരുന്നു. അത് പരിശോധിച്ചു. അതും ആ യോഗത്തിൽ പരിശോധിച്ചു. 1 കിലോമീറ്റർ 600 മീറ്റർ ഉണ്ട് ആ റോഡിൻ്റെ നീളം. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അവിടെ വെച്ചാണ് ക്രഷർ ഉടമ ഗേറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പരിശോധിക്കുകയും അത് അനധികൃതമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് കോടതിയിൽ ഇവർ പോയിരുന്നു. കോടതി തന്നെ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ആ യോഗം ആ വിഷയവും ചർച്ച ചെയ്തിരുന്നു. ആ യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചത്, പ്രസിഡന്റും അറിയിച്ചത് ഉടൻ തന്നെ അത് നീക്കം ചെയ്യുമെന്നാണ്. പിന്നീട് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവർക്ക് വീണ്ടും കോടതി പോകുന്നതിനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ ശക്തമായ ഇടപെടലുണ്ടാവും. അങ്ങനെ അവരെ സംരക്ഷിക്കാനാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെയും കോന്നി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും തീരുമാനമെങ്കിൽ ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അത് ശക്തമായി അതിനെ ചെറുത്തു നിൽക്കും. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. ചെങ്കലത്ത് ക്വാറി ആ ഒരു അപകട വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണെന്ന് KU ജനീഷ് കുമാർ MLA അറിയിക്കുന്നു. ഒപ്പം തന്നെ ക്വാറി ഉടമയെ കൂടി ആ കേസിൽ പ്രതി ചേർക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നും MLA അറിയിച്ചിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.